പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ ബലിയിലൂടെ കടങ്ങൾ പുറത്ത് ഞങ്ങളെ വീണ്ടെടുത്ത് ജീവന സമൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന പരമകാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൂടെ കുടുംബവൃക്ഷത്തിന്റെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പുതിയ അഭിഷേകത്തിൽ 1 പത്രോസ് 1:18 വചനശക്തി ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പാരമ്പര്യത്തിലും വ്യാപരിക്കട്ടെ. പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ, ഈ തലമുറയെ വീണ്ടെടുക്കണമേ, ഈ കുടുംബവൃക്ഷത്തെ വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെ വീണ്ടെടുക്കണമേ. വീടിനെ, മണ്ണിനെ, ഉപജീവന മാർഗങ്ങളെ, ദാമ്പത്യ ജീവിതത്തെ, എന്റെ പൗരോഹിത്യത്തെ, ഈ മക്കളുടെ സകല ജീവിത മേഖലകളെയും വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു വിടുതലും സ്വാതന്ത്ര്യവും അതിലൂടെ വലിയ ശക്തിയും ജീവന്റെ സമൃദ്ധിയും നൽകി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെയും അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തില് യോസപിതാവും ഉണ്ണീശോയും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം നിറച്ചു നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ വിശുദ്ധിയോടെ, വലിയ പ്രതീക്ഷയോടെ ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബവൃക്ഷത്തെയും നമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം. അതായത് ഇതിന് അടിസ്ഥാനമായ 2 വചനങ്ങൾ നമുക്ക് എടുത്ത് ധ്യാനിക്കാം. ഒന്ന് കൊരിന്തോസ് 3:16 അതോടൊപ്പം തന്നെ 6:19, 20. ഈ 2 തിരുവചന ഭാഗത്തില് കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് വിശുദ്ധ പൗലോസ്ലീഹ നമ്മൾ പറയുകയാണ്, 3:16 പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. ഇവിടെ പറയാ, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും, ആ ആലയം നിങ്ങൾ തന്നെ. വീണ്ടും 6:19 പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾ അറിയുന്നില്ലേ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ശരീരം ദൈവത്തിന്റെ ആലയം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, ഈ രക്തം വില കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ശരീരം മാമോദീസായിലൂടെ ക്രിസ്ത്യാനിയുടെ ശരീരം യേശുവിന്റെ ശരീരത്താൽ, രക്തത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ശരീരമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ശരീരം അതിനുള്ളതാണ്. അല്ലാതെ ദൈവത്തിന്റെ ആലയത്തെ പൗലോസ് പറഞ്ഞത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? വ്യഭിചരിക്കാൻ, ജഡിക പാപം ചെയ്യാൻ, സ്വയംഭോഗം ചെയ്യാൻ, സ്വവർഗഭോഗം ചെയ്യാൻ, മ്ലേച്ഛമായി വ്യഭിചാര പ്രവൃത്തികൾ ചെയ്യാൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഈ ശരീരം എന്റേതല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഈ ഒരു മേഖലയില് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഒത്തിരിയേറെ വീഴ്ചകൾ വന്നു പോയിട്ടില്ലേ മക്കളെ? ഈ ജഡത്തെ കൊണ്ട്, ഈ സത്യം മറന്നിട്ട് ദേവാലയത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത ഒത്തിരി ക്രയവിക്രയങ്ങൾ ഈ ശരീരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ നമ്മുടെ ശരീരത്തെ പലപ്പോഴും പല മക്കളും മറ്റുള്ളവരുടെ ജഡികാസക്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. സ്വയം ജഡികാസക്തിയുടെ പൂർത്തീകരണത്തിനും മറ്റുള്ളവരുടെ വ്യഭിചാരത്തിന്റെ ഒരു ഉപകരണം, സെക്സ് ടൂള് എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകരണമായിട്ട് വിട്ടുകൊടുത്ത ശരീരങ്ങൾ ഒത്തിരി മക്കൾ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ,
ലൈംഗികത എന്ന് പറയുന്നത് ശാരീരിക വിശുദ്ധി. അതിലൂടെ എന്താണ്? മക്കൾക്ക് ജന്മം കൊടുക്കാൻ ജീവന്റെ സമൃദ്ധിയില് ദൈവത്തോട് ചേർന്ന് നിന്ന് കൃപയുള്ള ശരീരത്തിൽ നിന്ന്, കൃപയുടെ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന്, വിവാഹമെന്ന കൂദാശയിലൂടെ മാത്രം പരിക്രമം ചെയ്യപ്പെടേണ്ട ശാരീരിക ബന്ധത്തിലൂടെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ ദൈവം തന്ന അമൂല്യ ദാനമാണ് ലൈംഗികത. അല്ലാതെ ജഡികാസക്തിക്ക് വേണ്ടിയല്ല. അത് മനസ്സിലാക്കണം. ഇന്ന് അത് മറന്നിട്ട് ചെയ്തു കൂടുന്ന പാപങ്ങള്, അകൃത്യങ്ങള്, തിന്മകള്, മ്ലേച്ഛതകള്, വിവാഹേതര ബന്ധങ്ങള്, ദാമ്പത്യ അവിശ്വസ്തതകള്, അവിഹിത ബന്ധങ്ങള്, നമ്മുടെ ഒത്തിരി മക്കള് ജഡികാസക്തിയിൽ അടിമപ്പെട്ട്, ലൗകികാദിൽപ്പെട്ട്, അല്ലെങ്കിൽ തെറ്റായ പ്രേമ കുരുക്കുകളിൽ കുരുങ്ങി ജഡികാസക്തിയിലേക്ക് പോകുന്ന അനേക മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം ദൈവത്തിന്റെ ആലയമാണ്. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇന്ന് നമ്മുടെ കുറെ മക്കളെ കുറിച്ച് പറയട്ടെ. ഈ പ്രേമത്തിൽ കുരുങ്ങിയിട്ട് എന്ന് പറയാ, ഈ അന്യമതസ്ഥരുമായിട്ടും ഒരു മതസ്ഥരുമായിട്ടും പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ വിവാഹത്തിനല്ലാതെ ഒരു ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. അതാണ് സഭ, വചനം, ഉദാശ, പാരമ്പര്യം പഠിപ്പിക്കുന്ന യഥാർത്ഥമായ സത്യം. അത് മറന്നിട്ട് ഒത്തിരി മക്കള് ശരീരത്തെ എന്താ പറയാ, കറങ്ങാൻ പോവാ, ജഡിക പാപം ചെയ്യാ, പബ്ബി പോവാ, ഹോം സ്റ്റേ പോവാ, അങ്ങനെ വ്യഭിചരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടില് ഒത്തിരി കേസുകൾ. പ്രേമത്തിന്റെ പേരില് ചെറുക്കനെ വീട്ടിൽ കയറ്റും, അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടിൽ ചെല്ലും, അവിടെ ചെന്ന് ജഡിക പാപം, വ്യഭിചാരം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ട്. നിന്റെ അപ്പൻ കാണുന്നുണ്ട്, അമ്മ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യോ. അനേക മക്കള് ദൈവം കാണുന്നുണ്ട്. നിന്റെ ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ഈ പ്രവൃത്തികൾ കാണാതിരിക്കുമോ? എല്ലാം ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നീ ഏത് അപ്പനെ കാണാതെയോ, അമ്മയെ കാണാതെയോ, ഭർത്താവിനെ കാണാതെയോ, ഭാര്യയെ കാണാതെയോ, മറ്റാരും കാണാതെയോ ഒരു ജഡിക പാപം ചെയ്താൽ ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നത് ദൈവം കാണും. ആ ദൈവം പറയാണ്, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ആ ആലയം നിങ്ങൾ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊരു വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ വ്യഭിചാരത്തിന്റെ മേഖലയില്, ശാരീരിക വിശുദ്ധിയുടെ മേഖലയില്, നമ്മുടെ പാരമ്പര്യത്തില്, കുടുംബ വിട്ടത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെ ഈ തലമുറയില്, ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, നമ്മുടെയൊക്കെ ആത്മീയമായ മക്കള് വന്നുപോയ ജഡിക പാപത്തിന്റെ മേഖലകളെ ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കടങ്ങൾ, അതിന്റെ ശാപങ്ങൾ, അതിലൂടെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ, നശിപ്പിക്കുന്ന പിശാച, ആ പിശാചിന്റെ ആധിപത്യം, അവകാശം, അധികാരം നമ്മുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, മക്കളില് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യഭിചാര ദുർബോധം നമ്മുടെ കുടുംബത്തിൽ കയറി പറ്റിയാൽ നമ്മുടെ തലമുറകളെ സ്വാധീനിക്കും. ഇന്ന് ഓർത്തോങ്ങോട്ടോ, നമ്മുടെ മക്കൾ ഈ ജഡികാസക്തിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ കിടക്കുന്ന വ്യഭിചാര ദുർഭൂതത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. വ്യഭിചാര ദുർഭൂതത്തിന്റെ സാന്നിധ്യം കുടുംബത്തിൽ കയറിയാൽ ആ വ്യഭിചാരത്തിന്റെ ശക്തി പല രീതികളിൽ നമ്മുടെ മക്കളെ, തലമുറയെ, കുടുംബജീവിതത്തെ, ദാമ്പത്യത്തെ, പൗരോഹിത്യത്തെ ഒക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ മേഖലകളിൽ വന്ന കടങ്ങള്, ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, അതുമായി ബന്ധപ്പെട്ട ആധിപത്യങ്ങള്, അധികാരങ്ങള്, അവകാശങ്ങള് കർത്താവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് വേണ്ടി ചമ്മട്ടി അടിയേറ്റ, നമുക്ക് വേണ്ടി കീറി മുറിയപ്പെട്ട യേശുവിന്റെ പരിശുദ്ധ ശരീരത്തിന്റെ അനന്ത യോഗ്യതയാലും ശക്തിയാലും നമ്മുടെ കുടുംബത്തിലുള്ള വ്യഭിചാരത്തിന്റെ ജഡിക പാപത്തിന്റെ ശക്തികളും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യഭിചാര ദുർഭൂതത്തിന്റെ ആധിപത്യവും നമ്മുടെ കുടുംബത്തെ, പാരമ്പര്യത്തെ, മക്കളെയൊക്കെ വിട്ടുമാറി പോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ശരീരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുഴി വെഞ്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണ്? മാമോദീസായാൽ മുദ്രിതവും, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, ഈ ശരീരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് വിശുദ്ധ
തൈലത്താലും വിശുദ്ധ ജലത്താലും മുദ്രിതമാക്കപ്പെട്ട ശരീരം. പരിശുദ്ധ കുർബാന കൂദാശകൾ, എത്രയോ കൂദാശകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവിന്റെ ശരീരവും രക്തവും അഴിഞ്ഞ് ചേർന്ന ശരീരം. ഇതെങ്ങനെ ഒരു അന്യമതസ്ഥന്റെ അടുത്തുകൊണ്ട് ഇട്ടു കൊടുക്കും? നമ്മുടെ പല മക്കൾക്കും ഈ പരിശുദ്ധമായ ദൈവാലയമാകുന്ന ഈ ശരീരത്തെ ഒരുത്തന്റെ, ഒരു വിശ്വാസമില്ലാത്ത കൂദാശയില്ലാത്ത ഒരുവന്റെ അടുത്തുകൊണ്ട് ഇട്ടു കൊടുക്കുക. ഒരു സെക്സ് ടൂളായിട്ട് അനേക മക്കളറിയാം. അനേക മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കപ്പെട്ട ശരീരങ്ങളായി മാറി ജീവിക്കുന്ന അനേക മക്കൾ, ഒന്നല്ല പലരിടക്കും വേണ്ടി വിട്ടുകൊടുത്തു. ജഡികാസക്തിയെ പൂർത്തീകരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലർക്കും കാഴ്ചവെക്കുന്ന ശരീരമായി മാറുമ്പോ ദൈവം പറയാ, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചു വരാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മേഖലയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാം. അതിലൂടെ നശിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ആയിരിക്കുന്ന ദേവാലയത്തിന്റെ ഈ ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ട മേഖലകളിൽ കർത്താവിന് വലിയ കരുണ പെയ്തിറങ്ങാൻ വേണ്ടി, നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമായി ബന്ധപ്പെട്ട കടങ്ങൾ, ശാപങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, മരണത്തിന്റെ ശക്തികൾ, സാത്താന്റെ ആധിപത്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഈ ദിവ്യകാരുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയും ജപമാലയും കരുണക്കൊന്തയും എല്ലാ ത്യാഗപ്രവൃത്തികളും അല്പം പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ എടുത്ത് ഉപവസിച്ചൊക്കെ നമ്മുടെ ജഡിക പാപത്തിന്റെ മേൽ കർത്താവിന്റെ കരുണ പെയ്തിറങ്ങാൻ വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ ചൊല്ലുന്ന വലിയ കരുണയോർത്ത് അങ്ങയുടെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് അങ്ങയുടെ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഒന്നായി തീരുവാൻ മാത്രം ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ഞങ്ങളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യീശോയെ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയുടെ ആലയങ്ങളായിട്ട് തീരുവാൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ ഉയർത്തിയ ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ കരുണയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിലെ പരിശുദ്ധിയിൽ അങ്ങേ ആരാധിച്ച് സ്തുതിക്കുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ ആരാധിക്കാം. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, സ്തുതി, ആരാധന. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ അങ്ങയുടെ ആലയമാക്കി മാറ്റുവാൻ മാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഉയർത്തി. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ ആവസിപ്പിച്ചുകൊണ്ട്, ഞങ്ങൾ വാസം ഉറപ്പിച്ചുകൊണ്ട്, കൂദാശയിലൂടെ അങ്ങേ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ ഞങ്ങൾക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് അങ്ങയുടെ കുരിശിൽ മുദ്ര വെച്ച് ഞങ്ങളെ വേർതിരിച്ച കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ ആലയമാക്കി ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ശരീരത്തോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മക്കളിലും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വന്നുപോയ വീഴ്ചകൾ ഈ മേഖലയിൽ ഏറെയാണ്. അങ്ങയുടെ ആലയമാകുന്ന ശരീരത്തിന്റെ വിശുദ്ധി നോക്കാതെ ജഡിക പാപങ്ങൾക്ക്, സ്വയം ഭോഗത്തിന്, സ്വവർഗഭോഗത്തിന്, വ്യഭിചാരത്തിന്, മ്ലേച്ഛ പ്രവൃത്തികൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. നോട്ടത്തില്, സംസാരത്തില്, പ്രവൃത്തിയില്, കേൾവിയില് ജഡികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളോർത്ത് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ അപ്പന്റെയും
അമ്മയുടെയും കൈവഴികളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങള്, അശുദ്ധി, മ്ലേച്ഛതകള്, വ്യഭിചാര പ്രവൃത്തികള് എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആലയമാകുന്ന ശരീരത്തെ അക്രൈസ്തവമായ അവസ്ഥയിൽ പല മക്കൾക്കും ഒരു ഉപയോഗിക്കാവുന്ന ഒരു ജഡികാസക്തിയുടെ ഉപകരണമാക്കി വിട്ടുകൊടുത്ത ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അവിഹിത ബന്ധത്തില്, ദാമ്പത്യ അവിശ്വസ്തതയില് വഴിപിഴച്ചു പോയ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യഭിചാര ബന്ധങ്ങളെയും യേശുവേ, ജഡികാസക്തിയുടെ എല്ലാ പ്രവർത്തികളെയും ഓർത്ത് മാപ്പ് ചോദിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, തലമുറയിലേക്ക് കടന്നു വന്ന് ആധിപത്യം പുലർത്തിയിരിക്കുന്ന ശാപങ്ങള്, വ്യഭിചാര ദുർഭൂതത്തിന്റെ സാന്നിധ്യ ശക്തികള്, അവന്റെ അടിമത്തങ്ങള്, ജഡികാസക്തികള്, മ്ലേച്ഛതകള് അങ്ങ് നിർവീര്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ പാരമ്പര്യത്തെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യഭിചാര ദുർഭൂതത്തിന്റെ, ഞങ്ങൾ മക്കൾ ചെയ്തതും ഞങ്ങളുടെ കുടുംബത്തിലൂടെ കടന്നു വന്നതുമായ എല്ലാ വ്യഭിചാര ദുർഭൂത ശക്തികളെയും, ദുരാത്മ ദുർഭൂതങ്ങളെയും യേശുവേ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അങ്ങയുടെ കുരിശിൽ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം നിർവീര്യമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ജഡികാസക്തി അടിമപ്പെട്ട് മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്ന അനേക മക്കൾക്ക്, സ്വന്തം ശരീരം കാഴ്ചവെച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും, അങ്ങനെ ജീവിച്ച മരിച്ച എല്ലാവരെയും കർത്താവേ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാലയത്തിന്റെ വലിയ ചിന്ത എല്ലാ മക്കളിലും ഉണരട്ടെ. ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവമേ ഈശോയെ അങ്ങ് കാണുന്നുണ്ടെന്നുള്ള ചിന്തയോടെ എല്ലാ മക്കളും വിശുദ്ധിയിൽ ജീവിക്കട്ടെ. ദേവാലയ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച്, അതുപോലെ വസ്ത്രം ധരിച്ച്, അതുപോലെ ശരീരത്തെ കാത്തു സൂക്ഷിച്ച്, മരിയ കുരത്തിയെ പോലെ പാപത്തെക്കാളും മരണമെന്ന് പറഞ്ഞ് വ്യഭിചരിച്ച് മ്ലേച്ഛതയിൽ ജീവിക്കണേക്കാളും ഭേദം ഞങ്ങളും ഞങ്ങളുടെ മക്കളും മരിക്കാൻ സന്നദ്ധരാകത്തക്ക വിധത്തിൽ ശരീരത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള വലിയ കൃപയും അഭിഷേകവും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളിലും നിറയട്ടെ. അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പാപങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ഈശോയെ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ ആലയമാകുന്ന ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ശരീരങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഇപ്പോൾ വീണ്ടെടുക്കണം. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണം. ജഡിക പാപത്തിന്റെ മാലിന്യങ്ങളെയും അശുദ്ധിയെയും അങ്ങ് രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ ആലയത്തിന്റെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങേ തിരുമുമ്പില് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള വ്യഭിചാര ദുർഭൂതത്തിന്റെ സാന്നിധ്യത്തെ, ആധിപത്യത്തെ, അവകാശത്തെ, ശക്തികളെ, അവന്റെ എല്ലാ പ്രവൃത്തികളെയും ഈ നിമിഷം അങ്ങ് നിർവീര്യമാക്കണമേ. അതിലൂടെ കടന്നു വന്ന രോഗങ്ങള്, കർത്താവ്, ലൈംഗിക രോഗങ്ങള്, ശാരീരിക രോഗങ്ങള്, ചില തടസ്സങ്ങള് നാമത്തില് നീങ്ങിപ്പോകട്ടെ. ചില തടസ്സങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. അതിന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞില്ലേ? ദൈവത്തിന് ആലയത്തെ നശിപ്പിക്കും, ദൈവവും നശിപ്പിക്കും. ആ നശിപ്പിക്കാനുള്ള ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് കർത്താവേ, ജീവന്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങ് ആനയിക്കണം. അങ്ങ് ഞങ്ങൾ വാസം ഉറപ്പിക്കണം. അങ്ങയുടെ ആലയത്തെ അങ്ങ് സ്വന്തമാക്കണം. ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ അടിച്ചു പുറത്താക്കി അങ്ങയുടെ ആലയത്തെ സ്വന്തമാക്കിയ കർത്താവേ, അങ്ങ് കടന്നു വന്ന് ഞങ്ങളിലുള്ള എല്ലാ ക്രയവിക്രയങ്ങളെയും അടിച്ചു പുറത്താക്കി അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങ് വന്ന് വസിക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. മാമോദിസായിലൂടെ ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വ്യഭിചാരം ചെയ്തപ്പോ
ജഡിക പാപം ചെയ്തപ്പോ ഞങ്ങൾ ഒത്തിരി വേദനിപ്പിച്ച് കരയിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം കർത്താവിന് മുമ്പിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങ് തിരുസ്ഥാനം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് മുതൽ ഞങ്ങളുടെ മരണം വരെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുക്കണം, അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം. അതിനായി ഞങ്ങളുടെ എല്ലാ ശരീരങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ് മുതൽ പാദം വരെ മലിനമായ ഓരോ അവയവങ്ങളെയും തിരുരക്തം കൊണ്ട് കഴുകണമേ. മ്ലേച്ഛമായ പ്രവർത്തികൾ ചെയ്ത ഞങ്ങളുടെ ഓരോ അവയവങ്ങളെയും ശരീരത്തെയും തിരുരക്തം കൊണ്ട് കഴുകി ആ മ്ലേച്ഛതയുടെ ശക്തിയിൽ, അശുദ്ധിയുടെ ശക്തികൾ നിർവീര്യമാക്കി വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് ദേവാലയത്തിന്റെ പരിശുദ്ധിയിലേക്ക് വീണ്ടും ഞങ്ങളെ പുനഃസ്ഥാപിക്കണമേ. എല്ലാ ക്രമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഇങ്ങനെ വ്യഭിചാരത്തിലും ജഡിക പാപത്തിലും ജീവിച്ചു മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും മരിച്ചുപോയ ശരീരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഉയർത്തെഴുന്നേൽക്കാൻ, ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കണമേ. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തിപരമായ കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കുടുംബവൃക്ഷത്തിന്റെയും നമ്മുടെ തലമുറയുടെയും പാപങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയ വിടുതലിന് വേണ്ടി, ശാപമോചനത്തിനു വേണ്ടി, കർത്താവിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടിയൊക്കെ വ്യക്തിപരമായിട്ടൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് കടങ്ങൾ വീട്ടി ശാപങ്ങൾ നീക്കി ഞങ്ങൾ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാനും ഈശോയുടെ തിരുശരീരത്താൽ പരിപോഷിക്കപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം, പ്രത്യേകിച്ച് നമ്മുടെ യുവമക്കളുടെയും കുഞ്ഞുമക്കളുടെയും ശരീരങ്ങളെ ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട്
തിരക്തം കൊണ്ട് കോട്ട കെട്ടി ദേവാലയ പരിശുദ്ധിയിൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തിന് നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കണമേ, ചേർത്ത് പിടിക്കണമേ, വിശുദ്ധിയിൽ നിലനിർത്തണമേ. ആമേൻ.